അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്ത എന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 30-ാമത്തെ അധ്യായം. അതിൽ 41-ാമത്തെ ശ്ലോകം മുതൽ ഇപ്പോൾ പാരായണം ചെയ്ത് പരമജനനിയായ പരമഗുരുവായ അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ ഭക്തിയോടെ ആദരവോടെ സമർപ്പിക്കുകയാണ്. വ്യാസ ഉവാച തച്ഛ്രുത്വാ വചനം സത്യം മത്വാ രാമപ്രതാപവാൻ കാരയിത്വാ ശുഭം പീഠം സ്ഥാപയിത്വാംബികാം ശിവാം. വിധിവൽ പൂജനം തസ്യാശ്ചകാര വ്രതവാൻ ഹരി സംപ്രാപ്തേ ചാശ്വിനേ മാസി തസ്മിൻ ഗിരിവരേ തദാ. ഉപവാസപരോ രാമ കൃതവാൻ വ്രതമുത്തമം ഹോമം ച വിധിവത് തത്ര ബലിദാനം ച പൂജനം. ഭ്രാതരൗ ചക്രതു പ്രേംണ വ്രതം നാരദസമ്മതം. അഷ്ടമ്യാം മധ്യരാത്രേ തു ദേവി ഭഗവതി ഹി സാ. സിംഹാരൂഢാ ദദൗ തത്ര ദർശനം പ്രതിപൂജിതാ. ഗിരിശൃംഗേ സ്ഥിതോ വാച രാഘവം സാനുജം ഗിരാ. മേഘഗംഭീരയാ ചേദം ഭക്തിഭാവേന തോഷിതാ. ദേവ്യുവാച രാമ രാമ മഹാബാഹോ
തുഷ്ടാസ്മ്യദ്യവ്രതേന തേ പ്രാർത്ഥയസ്വരം കാമം യത്തേ മനസി വർത്തത്തെ നാരായണാംശസംഭൂതസ്ത്വം വംശേ മാനവേനഘേ രാവണസ്യ വധായൈവ പ്രാർത്ഥിതസ്ത്വമരൈരസി പുരാ മത്സ്യതനും കൃത്വാ ഹത്വാ ഘോരം ച രാക്ഷസം ത്വയാ വൈ രക്ഷിതാ വേദാ സുരാണാം ഹിതമിച്ഛതാ ഭൂത്വാ കച്ഛപരൂപസ്തു ധൃതവാൻ മന്ദരം ഗിരിം അകൂപാരം പ്രമന്ധാനം കൃത്വാ ദേവാനപോഷയാ കോലരൂപം പരം കൃത്വാ ദശനാഗ്രേണ മേദിനിം ധൃതവാനസി യദ്രാമ ഹിരണ്യാക്ഷം ജഘാന ച നാരസിംഹിം തനും കൃത്വാ ഹിരണ്യകശിപും പുരാ പ്രഹ്ലാദം രാമരക്ഷിത്വാ ഹതവാനസി രാഘവ വാമനം വപുരാസ്ഥായ പുരാ ഛലിതവാൻ ബലിം സർവത്ര ദേവീ നാമസങ്കീർത്തനം ശ്രീമഹാദേവ്യൈ നമഃ. സർവത്ര ദേവീ നാമസങ്കീർത്തനം ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 30-ാമത്തെ അധ്യായത്തിൽ 41-ാമത്തെ ശ്ലോകം മുതൽ 52 കൂടിയുള്ള ശ്ലോകങ്ങളെ ഭാഷാഗാനമായി മലയാള ഭാഷയിൽ ഭാഷാതർജ്ജമയായി പാടി സമർപ്പിക്കുന്നു. വഞ്ചിപ്പാട്ടിൻ്റെ ഈണം നതോന്നത വൃത്തം. വ്യാസൻ പറഞ്ഞു: അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. നാരദവാണി സത്യമാണെന്നുറച്ചു രാമചന്ദ്രൻ ഉത്തമ പീഠത്തിൽ ദേവിയെയും സ്ഥാപിച്ചു. ആശ്വിനത്തിൽ പർവതത്തിൻ സാനുക്കളിൽ രാമദേവൻ അംബികയെ വിധി പോലെ പൂജനം ചെയ്തു. ഉപവാസത്തോടെ വ്രതം അനുഷ്ഠിച്ചു. ഹോമങ്ങളും ബലിയും പൂജയുമെല്ലാം നടത്തി രാമൻ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. രാമലക്ഷ്മണന്മാർ വിധി പോലെ വ്രതം അനുഷ്ഠിച്ചു. അഷ്ടമിയിൽ അർദ്ധരാത്രി ജഗദംബിക ഗിരിശൃംഗേ സിംഹാരൂഢയായി പ്രത്യക്ഷമായല്ലോ. ഭക്തി പരിതോഷിതയായി ദേവിയുമപ്പോൾ മേഘനാദ സമമായ ശബ്ദത്തോടെ പറഞ്ഞപ്പോൾ ദേവി പറഞ്ഞു: രാമ തവ പൂജയാൽ ഞാൻ സംതൃപ്തയായി. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ആഗ്രഹിക്കും വരമെന്തു
എന്നോടു ചോദിച്ചിടുക. നാരായണാംശം താൻ ഭവാൻ മനുവംശത്തിൽ രാവണവധത്തിനായി ദേവജനം പ്രാർത്ഥിച്ചല്ലോ. മത്സ്യരൂപം കെട്ടി രാക്ഷസനെയും കൊന്ന വേദത്തെ രക്ഷിച്ചു. പിന്നെ ദേവന്മാർക്കുഹിതം ചെയ്യാൻ ആമയായി മന്ദര പർവ്വതമുയർത്തി. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. പാലാഴി കടയുന്നവനായി ദേവജനങ്ങൾക്കു ശക്തിയേകി പന്നിയായി ഭൂമിദേവിയെ തേറ്റയിൽ ഉയർത്തി ഹിരണ്യാക്ഷനെ വധിച്ചു. പിന്നെ നരസിംഹമായി ഹിരണ്യ കശിപുവിനെ വധിച്ചു. പ്രഹ്ലാദനെയും രക്ഷിച്ചു. ഹേ രാമചന്ദ്ര, വാമനനായി ബലിയെയും വഞ്ചിച്ചു ഭവാൻ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അമ്മേ ശരണം, ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം. വാണി ശരണം, കാളി ശരണം, വാളി ശരണം, വാണി ശരണം, ഭദ്രകാളി ശരണം. ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുകയെൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനാംബികേ. ദേവി നിന്നുടെ പാദയുഗ്മമതിലായി വീഴുന്നു ജ്ഞാനംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജയായിട്ട് ആരംഭിച്ചിട്ട് ഇന്ന് 317 ദിവസം. പതിവ് പോലെ ഈ ശ്ലോകങ്ങൾ തൃതീയ സ്കന്ധത്തിൽ 30-ാമത്തെ അധ്യായത്തിൽ 41-ാമത്തെ ശ്ലോകം മുതൽ 52 കൂടിയുള്ള ശ്ലോകങ്ങൾ നമ്മൾ പാരായണം ചെയ്തു, ഭാഷാഗാനമായി പാടി. ഇനി അതിൻ്റെ അർത്ഥത്തിലേക്ക്, വ്യാഖ്യാനത്തിലേക്ക് യഥാധീതം യഥാമതി, എന്താണോ ഞാൻ പഠിച്ചത് അതെൻ്റെ ബുദ്ധിക്കനുസരിച്ച് പറയാൻ ശ്രമിക്കുകയാണ്. ഇവിടെ നാരദ മഹർഷി ശ്രീരാമചന്ദ്രസ്വാമിക്ക്, സീതാവിരഹം കൊണ്ട് നീറുന്ന ശ്രീരാമചന്ദ്രസ്വാമിക്ക് ദേവിയെ ഉപാസിക്കേണ്ടുന്ന വിധികളെ പറഞ്ഞ് കൊടുക്കുകയാണ്. അപ്പം അവിടെ
ശ്രീരാമചന്ദ്രന് ആ വ്രതം അനുഷ്ഠിക്കാൻ ആചാര്യനായി ഒപ്പം നിൽക്കാം, വേണ്ടതൊക്കെ ഞാൻ ചെയ്യാം എന്ന് നാരദ മഹർഷി പറയുന്നു. തുടർന്ന് വേദവ്യാസൻ ജനമേജയൻ്റെ അടുത്ത് പറയുകയാണ്. ജനമേജയ വ്യാസ സംവാദ രൂപത്തിലാണ് ദേവി ഭാഗവതം, അല്ലേ? അപ്പം ഇവിടെ വ്യാസം പറയുന്നു, തച്ഛുത്വാ വചനം സത്യം മത്വാ രാമപ്രതാപവാൻ. പ്രതാപശാലിയായിരിക്കുന്ന സാക്ഷാൽ ശ്രീരാമചന്ദ്രസ്വാമി ആ വാക്കുകേട്ട്, നാരദന്റെ വാക്കുകേട്ട് അത് സത്യം തന്നെയാണ് എന്നുറച്ച് കാരയിത്വാ ശുഭം പീഠം, വളരെ ശുഭമായ ഉത്തമമായൊരു പീഠം നിർമ്മിച്ചു. സ്ഥാപയിത്വാംബികാം ശിവാം, മംഗളസ്വരൂപിണിയായിരിക്കുന്ന ശിവയായിരിക്കുന്ന ആ അംബികയെ, ജഗദംബികയെ അവിടെ പ്രതിഷ്ഠിച്ചു. വിധിവൽ പൂജനം തസ്യാശ്ചകാരവ്രതവാൻ ഹരി സംപ്രാപ്തേ ചാശ്വിനേ മാസീ തസ്മിൻ ഗിരിവരേ തദാ. ആശ്വിനമാസത്തിലും ശരത്കാലത്തിലും 2 സമയത്താണ് നവരാത്രി ആഘോഷിക്കുക. അപ്പം ഇവിടെ പറഞ്ഞു, ശ്രീരാമചന്ദ്രസ്വാമി ആ പർവ്വതപ്രദേശത്ത് ഗിരിവരെ, ആ ശ്രേഷ്ഠമായ പർവ്വതപ്രദേശത്ത് വെച്ച് വ്രതനിഷ്ഠനായിരിക്കുന്ന ഹരി ശ്രീരാമചന്ദ്രസ്വാമി വിധിവത് പൂജനം, വേണ്ടതുപോലെ ആ അംബികയെ പൂജിച്ചു. വിധിവൽ പൂജനം തസ്യാശ്ചകാര, അത് വേണ്ടതുപോലെ നടത്തി. ഉപവാസപരോ രാമ കൃതവാൻ വ്രതമുത്തമം. ഉപവാസത്തോടുകൂടി രാമൻ ആ ഉത്തമമായിട്ടുള്ള വ്രതത്തെ അനുഷ്ഠിച്ചു. ഹോമം ച വിധിവത്തത്ര ബലിദാനം ച പൂജനം. എന്തൊക്കെയാ? ഹോമം നടത്തി, അതേപോലെ തന്നെ ബലിദാനങ്ങൾ നടത്തി, പൂജ നടത്തി. അതൊക്കെ വിധിവത്തത്ര, അവിടെ വെച്ച് വിധി പോലെ വിധിപൂർവകം അതൊക്കെ നടത്തി. ഭ്രാതരൗ ചക്രതു പ്രേംണ വ്രതം നാരദസമ്മതം അഷ്ടമ്യാം മധ്യരാത്രേ തു ദേവി ഭഗവതി ഹി സാ സിംഹാരൂഢ ദദൗ തത്രാ ദർശനം പ്രതിപൂജിത സർവത്ര ദേവീ നാമ സങ്കീർത്തനം ശ്രീമഹാദേവ്യൈ നമഃ. ശ്രീരാമചന്ദ്രസ്വാമിയുടെ പൂജ സ്വീകരിച്ചുകൊണ്ട് ആ ഭഗവതി അവിടെ അഷ്ടമിയുടെ അന്ന്, നവരാത്രിയിൽ അഷ്ടമിയുടെ അന്ന് അവിടെ സിംഹാരൂഢയായി, സിംഹവാഹനയായി അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയാണ്. ഭ്രാതരു ചക്രതു പ്രേംണ വ്രതം നാരദസമ്മതം. നാരദസമ്മതമായിരിക്കുന്ന, നാരദനാൽ നിർദ്ദേശിക്കപ്പെട്ട ദേവീ പൂജനം, ആ വ്രതം, നവരാത്ര വ്രതം പ്രേംണ, ഭക്തിയോടുകൂടി, നിഷ്കാമമായ ഭക്തി, അതിനാണ് പ്രേമം എന്ന് പറയാം. അപ്പം അങ്ങനെ ആ 2 സഹോദരന്മാരും ഭ്രാതരൗ, രാമലക്ഷ്മണന്മാര് ഭക്തിപൂർവം വിധി പോലെ ആ വ്രതം അനുഷ്ഠിച്ചു. അഷ്ടമ്യാം മധ്യരാത്രേ, അഷ്ടമിയുടെ അന്ന് അർദ്ധരാത്രിയിൽ ദേവി ഭഗവതി ഹിസ, ആ ഭഗവതി, ആ ദേവി സിംഹാരൂഢാദതൗ തത്ര ദർശനം പ്രതിപൂജിത. ഗിരിശൃംഗത്തിൽ സിംഹാരൂഢയായി പ്രത്യക്ഷ ദർശനം കൊടുത്തു ശ്രീരാമചന്ദ്രസ്വാമിക്ക്. എന്നിട്ടോ ഗിരിശൃംഗേ സ്ഥിതോ വാച രാഘവം സാനുജം ഗിര മേഘഗംഭീരയാ ചേതം ഭക്തിഭാവേന തോഷിത. ആ ഭക്തിയിൽ സന്തോഷിച്ച് ഭക്തി പരിതോഷിതയായി മാറിയിരിക്കുന്ന ദേവി അനുജനോടുകൂടി നിൽക്കുന്ന, സാനുജം രാമം, അനുജനായിരിക്കുന്ന ലക്ഷ്മണനോടുകൂടിയിരിക്കുന്ന രാഘവനോട് ദേവി വളരെ മേഘഗംഭീരയാ, മേഘനിസ്വനം പോലെ മേഘനാദതുല്യമായിരിക്കുന്ന ശബ്ദത്തോടുകൂടി ദേവി പറഞ്ഞു. ദേവി എന്താ പറഞ്ഞത്? രാമ രാമ മഹാബാഹോ തുഷ്ടാസ്മ്യദ്യ വ്രതേന തേ. അങ്ങയുടെ ഈ വ്രതം കൊണ്ട്, തേ വ്രതേന, ഞാൻ ഇപ്പോ വളരെയധികം സന്തോഷിച്ചിരിക്കുന്നു. ഹേ രാമ, മഹാബാഹുവായിരിക്കുന്ന രാമ, വിലാളി വീരനായിരിക്കുന്ന രാമ, അങ്ങയുടെ വ്രതം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നീട് രാമൻ ആരാണ് എന്ന് കാണിക്കുകയാണ്. പറയുന്നു, നാരായണാംശ സംഭൂതസ്ത്വം വംശേ മാനവേനഖേ. പുണ്യം നിറഞ്ഞ മനുവംശത്തിൽ അങ്ങ് ജനിച്ചു.
അങ്ങ് എന്താണോ ആഗ്രഹിക്കുന്നത്, പ്രാർത്ഥയസ്വ വരം കാമം യത്തേ മനസ്സി വർത്തതേ, അങ്ങയുടെ മനസ്സിൽ എന്താണോ ആഗ്രഹമുള്ളത് ആ വരം എന്നോട് ചോദിച്ചോളൂ. മനുവംശത്തിൽ പിറന്ന അങ്ങ് സാക്ഷാൽ നാരായണാംശ സംഭവനാണ്, സാക്ഷാൽ വിഷ്ണുവിൻ്റെ അവതാരമാണ്, നാരായണന്റെ അംശമാണ്. രാവണസ്യ വധായേവ, രാവണവധത്തിനു വേണ്ടിയാണ് പ്രാർത്ഥിതസ്ത്വമരൈരസി, ദേവന്മാര് അമരന്മാര് പ്രാർത്ഥിച്ചപ്പോൾ അവിടുന്ന് ഈ രീതിയിൽ പിറന്നേക്കാണ്. പണ്ട് പുരാ മത്സ്യതനും കൃത്വാ ഹത്വാ ഘോരം ച രാക്ഷസം, മത്സ്യമൂർത്തിയായിട്ട് അവതരിച്ച് ഘോരനായ ഭയങ്കരനായ രാക്ഷസനെ അവിടുന്ന് കൊന്നു. ഏതാ രാക്ഷസൻ? ഹയഗ്രീവൻ. ഹയഗ്രീവനെ കൊന്നു. ത്വയാവൈ രക്ഷിതാ വേദ, ആ രാക്ഷസനെ കൊന്നിട്ട് വേദങ്ങളെ രക്ഷിച്ചു. സുരാണാം ഹിതമിച്ഛത, പിന്നെ ദേവന്മാർക്ക് ഹിതം ചെയ്യണം, ഹിതകാംക്ഷിയാണ് ഭഗവാൻ, അതുകൊണ്ട് ദേവന്മാർക്ക് ഹിതം ചെയ്യണം എന്ന് തീർച്ചപ്പെടുത്തി. ഭൂത്വാ കച്ഛപരൂപസ്തു, കച്ഛപരൂപം എടുത്തുകൊണ്ട് ആമയായി മാറിയിട്ട് ധൃതവാൻ മന്ദരം ഗിരിം, അവിടുന്ന് മന്ദരഗിരിയെ തൻ്റെ ചുമലിലേറ്റി ആ ദേവന്മാരുടെ അമരന്മാരുടെ ആമയത്തെ ഇല്ലാതെയാക്കി ആമയുടെ രൂപത്തിൽ അവിടുന്ന്. പിന്നെയോ അകൂപാരം പ്രമന്ധാനം കൃത്വാ ദേവാന പോഷയാം, പാലാഴി കടയുന്നവനായി മാറിയിട്ട് ദേവന്മാർക്ക് ശക്തി നൽകി ആ പാലാഴി കടയാൻ. പിന്നെയോ കോലരൂപം പരം കൃത്വാ, കോലസ്വരൂപിയായി അല്ലെങ്കിൽ വരാഹമൂർത്തിയായിട്ട് പന്നിയുടെ രൂപം ധരിച്ച് ദശനാഗ്രേണമേദിനിം ധൃതവാനസി, തൻ്റെ തേറ്റയിൽ മേദിനിയെ ഭൂമിയെ ഏറ്റിക്കൊണ്ട് യദ്രാമ ഹിരണ്യാക്ഷം ജഘാനച, അങ്ങനെ ഹിരണ്യാക്ഷനെ അതിനുശേഷം വധിക്കുകയും ചെയ്തു. നാരസിംഹിം തനും കൃത്വ, പിന്നെ നരസിംഹശരീരം സ്വീകരിച്ചിട്ട് ഹിരണ്യകശിപും പുരാ, ഹിരണ്യകശിപുവിനെയും അവിടുന്ന് ഹതവാനസി രാഘവ, അവിടുന്ന് നിഗ്രഹിച്ചു. പ്രഹ്ലാദം രാമ രക്ഷിത്വ, ആ പ്രഹ്ലാദനെ രക്ഷിക്കുകയും ചെയ്തു. വാമനം വപുരാസ്ഥായ പുരാ ചലിതവാൻ ബലിം, അതേപോലെ തന്നെ അങ്ങ് വാമനരൂപം സ്വീകരിച്ച് ബലിയെ പണ്ട് ചലിതവാൻ, അവിടെ വഞ്ചിച്ചു എന്നാണ് ഇവിടെ വേദവ്യാസൻ പറയണത്. ഏതായാലും ഭഗവാന്റെ അവതാര രംഗങ്ങളെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, 5 അവതാര രൂപങ്ങളെ നമ്മൾ ഇന്ന് പറഞ്ഞ് സമർപ്പിക്കുകയാണ്. ബാക്കി അവതാരങ്ങളെക്കുറിച്ച് നമുക്ക് നാളെ ഈ അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജയിലൂടെ അറിയാൻ ശ്രമിക്കാം. സർവത്ര ദേവീനാമ സങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ, ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ, ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു.
കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു. ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ
സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.